ഇത് കൃത്യമായ ഷിയ ആചാരവും ആഘോഷവുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാലങ്ങളായി വഹാബികൾ സുന്നികൾ നടത്തുന്ന നബിദിനാഘോഷത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി നോക്കുന്നുണ്ട്, പക്ഷെ വിജയം കാണുന്നില്ല. അപ്പൊ അവസാനമായിട്ട് വഹാബികൾ ആരോപിക്കുന്നത് നബിദിനാഘോഷം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഈ നബിദിനാഘോഷം തുടങ്ങിയിട്ടുള്ളത് ഷിയാക്കളാണ്, ഷിയാക്കളിലെ ഫാത്തിമിയാക്കളാണെന്നാണ്. എന്നിട്ട് ഒരു മൗലവി പച്ചക്കളവ് പറയുകയാണ്, ഹിജറ 300കളുടെ കാലഘട്ടത്തിൽ ഫാത്തിമിയാക്കൾ തുടങ്ങിയിരുന്നെന്നും പിൽക്കാലത്ത് ചില രാജാക്കന്മാരെ നിർത്തിവെച്ചെന്നും അത് പിൽക്കാലത്ത് വന്ന മലിക്കുൽ മുദഫർ പുനഃസ്ഥാപിച്ചെന്നും പച്ച നുണ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അത് എവിടെയെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഒരു മൗലവി വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം. പറയണത് നമുക്ക് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുക, നീ ആഗോളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട, ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ഇത് ഷിയാക്കളെ ഏർപ്പാടാണോ അല്ലേ? വെല്ലുവിളി ഏറ്റെടുത്തിട്ടേ ഇവിടുന്ന് അങ്ങോട്ട് പോവാന്ന് എന്തിനാ പറയുന്ന പറയാം. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ തെളിവുകളില്ല. കുറെ മാസിക ലേഖനമൊക്കെ വായിക്കാൻ പോകണം മൂപ്പര്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ തെളിവുകളില്ലാത്തതുകൊണ്ട്, ഡാറ്റകൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വായിക്കാൻ പോവാണ്. എന്നിട്ട് അദ്ദേഹം വായിക്കുന്നത് കുറച്ച് മലയാള പുസ്തകവും മാസികകളും അതുപോലെ തന്നെ ഷിയാക്കൾ എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട്, എന്നിട്ട് അതിലൊക്കെ പറയുന്നത് എന്താ, അതിൽ ഷിയാക്കൾ നബിദിനം ആഘോഷിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് വിഡ്ഢിത്തരാണ് ഈ മൗലവി പറയുന്നത്? ഷിയാക്കൾ നിസ്കരിക്കുള്ളതുകൊണ്ട് സുന്നികൾ നിസ്കരിക്കാൻ പാടില്ല പറയാൻ കഴിയോ? എന്നപോലെ ഷിയാക്കൾ മൗലിദ് ആഘോഷിക്കുന്നുള്ളത് കൊണ്ട് സുന്നികൾ ആഘോഷിക്കാൻ പാടില്ല, അതൊന്നും എല്ലായിടത്തും എടുത്ത വിഷയം. പിന്നെ അദ്ദേഹം അടുത്ത് പറയും, നോക്കാം നമുക്ക്. കാരണം മുദഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലിദാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. അതൊക്കെ എന്നിട്ട് അദ്ദേഹം ബാക്കി പറയാം. മുല്ല ഉമർ ആരാ? ഫാത്തിമിയാക്കളുടെ തീവ്രൻ. ഫാത്തിമിയാക്കളോ ഷിയാക്കളുടെ തീവ്രർ. അതിന് തെളിവെന്താ? സ്വന്തം പോക്കറ്റ് അങ്ങ് പറഞ്ഞു വിടുകയാണ് പച്ച നുണ. മുല്ല ഉമർ റഹിമഹുല്ലയെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ഷിയാണ്, ഫാത്തിമിയാക്കൾ പെട്ട ആളെന്ന് പച്ച നുണ പറയുകയാണ്. അവർ വാദിച്ചൊരു വാദം ഷിയാക്കൾ തുടങ്ങി വെച്ചതാണെന്ന് തെളിയിക്കാൻ സാധിക്കാതായപ്പോ അത് തുടങ്ങി വെച്ചത് നമ്മൾ പറയുന്ന ആളെ അത് പിടിച്ച് ഷിയാക്കുക. നമുക്ക് ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി നോക്കാം. ആരാണ് യഥാർത്ഥത്തിൽ മുല്ല ഉമർ റഹിമഹുല്ല? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമ, ഇമാം നബവിയുടെ ഉസ്താദ് കൂടിയായ ഹിജറ 665 വഫാത്തായ ഇമാം അബൂ ഷാമത്തൽ മഖ്ദസി റഹിമഹുല്ല, അവിടുത്തെ അൽ ബായിസ് അല ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ എതിർക്കാൻ വേണ്ടി മാത്രം രചിച്ചൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം എന്നിട്ട് ബിദ്അത്ത് ഹസന എന്നൊരു ഭാഗം ഉണ്ടെന്നും അതിൽ ഒമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ ഹാദാ മാ യുഫ്അലു എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാലത്ത് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്ന ബിദ്അത്ത് ഹസനകളിൽ ഏറ്റവും നല്ല ബിദ്അത്ത് ഹസന എന്ന് പരിചയപ്പെടുത്തുന്നത് അന്ന് ഇർബലിൽ നടന്നിരുന്ന മൗലിദ് ആഘോഷത്തെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരാണ് ഇത് ആദ്യമായി ചെയ്തത്? വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിലി അശ്ശൈഖ് ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല അഹദുസ് സ്വാലിഹീനൽ മഷ്ഹൂരീന. പ്രസിദ്ധ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയായ ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല എന്നവരാണ് ഇത് ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളതെന്നാണ് ഇമാം അബൂ ഷാമ, ഇമാം നബവിയുടെ ഉസ്താദ് കൂടിയായ അബൂ ഷാമ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചാണ് ഇവർ ഷീ എന്ന് ആരോപിക്കുന്നത്. ഇനി നമുക്ക് ഇനിയും നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമയുടെ തന്നെ മറ്റൊരു ഗ്രന്ഥമായ കിതാബുർ റൗലത്തൈൻ ഫി അഖ്ബാരി ദൗലത്തൈൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അബൂ ഷാമ തങ്ങൾ പറയുകയാണ്, വിശദമായിട്ട് മുല്ല ഉമറിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, വക്കാന ബിൽ മൗസലി ശൈഖുൻ സ്വാലിഹുൻ യുറഫു ബി ഉമർ മുല്ല. ഉമർ മുല്ല എന്ന് പറയുന്ന ഒരു സ്വാലിഹായ ഷെയ്ഖ് എന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ ചരിത്രം പറഞ്ഞു പോകുന്ന അവർ പേര് വെക്കാനുള്ള കാരണമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, വക്കാനൽ ഉലമാഉ വൽ ഫുഖഹാഉ വൽ മുലൂകു വൽ ഉമറാഉ യസൂറൂനഹു ഫീ സാവിയതിഹി വയതബറകൂന ബിഹിമ്മതിഹി വയതയമ്മനൂന ബിബറകതിഹി. അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫുഖഹാക്കളും ഉലമാക്കളും രാജാക്കന്മാരും നേതാക്കന്മാരും മഹാന്മാരും ദീനിന്റെ ആളുകളെല്ലാം അവരെ ബഹുമാനിക്കുകയും അവരെ സാവിയയിൽ പോയി അവരെ സന്ദർശിക്കുകയും അവരെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു ഷെയ്ഖായിരുന്നു, ഒരു സ്വാലിഹായ ഷെയ്ഖായിരുന്നു ഉമർ മുല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമത്തുൽ മഖ്ദസി റഹിമഹുല്ല അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവരെ കുറിച്ച് ഇവരുടെ വാദം ചിലവാക്കാൻ വേണ്ടി പച്ച നുണ പറഞ്ഞു വെക്കുന്നു. ഈ ഉമർ മുല്ല ഷീഇയാണെന്ന് പച്ച ആരോപണം ഈ നുണ പറഞ്ഞുകൊണ്ട് ഈ വഹാബികൾ ആരോപിക്കുകയാണ്. ഏതായാലും ഇപ്പൊ ഇദ്ദേഹം കുറച്ച് മാസികയും കുറച്ച് ഷിയാക്കളെ പുസ്തകം വായിച്ചിട്ട് ഓരോന്ന് പറഞ്ഞാൽ നോക്കിയല്ലോ. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം നമ്മൾ അഹ്ലുസുന്നയുടെ ഉലമാ ആരെയും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോ അതിനൊന്ന് മറുപടി പറയാൻ ശ്രമിച്ചു നോക്കാൻ. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. പിന്നെ പറഞ്ഞത് എന്താ? ഇനി അഹ്ലുസുന്നന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നു, ഒന്ന് കൊടുക്കുക.
ഒന്നേ കൊടുക്കാനുള്ളൂ, അപ്പൊ ഒന്ന് പറയണം, ഒന്ന് കിട്ടിയിട്ടുള്ളൂ, അതിന്റെ അവസ്ഥ നമുക്ക് പറയാം. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ അവരൊക്കെ അംഗീകരിച്ച കിതാബാണ് ഇമാം മഖ്രീസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത്. അപ്പോ ഇമാം മഖ്രീസിയുടെ കിതാബ് കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം തെളിവ് പറയാൻ, അതിലെന്താ ഉള്ളത്? ഷിയാക്കൾക്ക്, ഫാത്തിമിയാക്കൾക്ക് ഫാത്തിമ ദിനം, ഹുസൈൻ ദിനം, അങ്ങനെ അലി ദിനം, അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു നബിദിനം ഉണ്ടായിരുന്നു. അതിനിപ്പോ സുന്നികളുടെ നബിദിനായിട്ട് കൂട്ടിക്കലർത്താൻ നോക്കുകയാണ്. എന്നിട്ട് അത് രണ്ടും ഒന്നാക്കാൻ ചേർക്കാൻ. ലോകത്ത് ഒരുപാട് ഫുഖഹാക്കൾ, നേരത്തെ പറഞ്ഞ ഇമാം അബൂഷാമ അടക്കം, അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി അടക്കം, അതുപോലെ തന്നെ ഇമാം ഹാഫിദ് സുയൂത്തി അടക്കം, സഖാബി ഇമാം അടക്കം, അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി അടക്കം, ഇബ്നുർ റസായ് റഹിമഹുല്ലാഹ് അടക്കം, ഇബ്നുൽ ഹാജ് അൽ മാലിക്കി അടക്കം, ഇസ്മായിൽ ഹക്കി അൽ ബറൂസി അടക്കം ഒരുപാട് എണ്ണിയാൽ കഴിയാത്തത്ര ഉലമാ ഫുഖഹാ നബിദിനാഘോഷത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ ഉത്ഭവത്തെ കുറിച്ചൊക്കെ പറയുകയും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ രചിച്ചത് തന്നെ എത്രയോ ഇമാമിങ്ങൾ. അവരെല്ലാവരും പറഞ്ഞത് അത് മലിക്കുൽ മുദഫർ തുടങ്ങിയെന്നും അല്ലെങ്കിൽ മലിക്കുൽ മുദഫർ മാതൃകയാക്കിയത് ഉമറുമുല്ല എന്ന വ്യക്തിയാണെന്നൊക്കെയാണ്. അവരാരും പറയാത്തൊരു കാര്യം, അവരാരും ഇതിനെ ഷിയാക്കളുടെ ആചാരമായിട്ട് കൂട്ടിക്കലർത്തിയില്ല. കാരണം അവർ രണ്ടും രണ്ട് കാര്യങ്ങളായിരുന്നു. അവർ ആചരിച്ചതും ഇതും വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളത് അത് ഒന്നല്ല എന്ന് അറിയുന്നവരായിരുന്നു ഇമാമിങ്ങൾ. എന്നിട്ട് ഇത് കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇവരുടെ വക കുറച്ചൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇവര് പച്ച നുണ പറഞ്ഞിടുകയാണ്. ഷിയാക്കളാണ്, ഫാത്തിമിയാക്കളാണ് ഇത് തുടങ്ങിയതെന്ന് പച്ച നുണ പറയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വെറും ആരോപണങ്ങളാണ് ഷീ ആരോപണം നടത്തിക്കൊണ്ട് അവർ നടത്തുന്നത്. ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അഹ്ലു ബൈത്തിനെയൊക്കെ സ്നേഹിച്ചാൽ ഷീ ആക്കുക എന്ന ആരോപണം പഴയ കാലത്ത് തന്നെ ഉള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അവിടുന്ന് പാടുന്നുണ്ടല്ലോ, ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദിൻ ഫല്യഷ്ഹദിഷ് ഖലാനി അന്നി റാഫിദി. ഷാഫി ഇമാം പറയാണ്, ആലുൻ നബിയെ, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കല് റാഫിദിയത്താണെങ്കിൽ, ഷീസ് ആണെങ്കിൽ ഞാനും ഷീ ആണെന്ന് വിധി എഴുതിക്കോളൂ എന്ന് പറഞ്ഞ പോലെ, അതുപോലെ ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയുന്നതിന്റെ പേരിൽ ഷീ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആരോപണക്കാരോടൊക്കെ ഇമാം ഷാഫി പറഞ്ഞ അതേ മറുപടി തന്നെ ഷാഫി ഇമാമിന്റെ പിൻഗാമികളായ ഞങ്ങൾക്കും പറയാനുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷം അത് കാലങ്ങളായി എല്ലാ കാലത്തും നടന്നു വരുന്നതാണ്. കാലങ്ങളായി അതിന് മാറ്റങ്ങളും രൂപങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിലെ ഫുഖഹാക്കളും ഉലമാക്കളും അംഗീകരിച്ചതാണ്. അതിലപ്പുറം ഒരു ഉപദേശവും ഒരു വഹാബിയുടേതും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഓർപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.